എന്താ എനിക്കങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും പറയാൻ പറ്റില്ല. എന്ത് പറയാ, നീ ഞാൻ പറഞ്ഞു തുടങ്ങി, ബാക്കി ഞാൻ പറഞ്ഞു. എന്താ പറയണ്ടത്? ഫസ്റ്റ് കണ്ടതല്ലേ, 6 വർഷത്തിന്റെ കഥ പറയണ്ടേ? നിറമുള്ള നക്ഷത്രത്താലി ചാർത്താം, നമുക്കൊന്നിച്ചാകാശത്തോണിയേറാം, നിറമുള്ള നക്ഷത്രത്താലി ചാർത്താം. ഫസ്റ്റ് ഡേ അഡ്മിഷന്റെ സമയത്താണ് അല്ലേ അഞ്ജന ആദ്യമായിട്ട് കാണുന്നത്. പക്ഷെ ആ സമയത്ത് കണ്ട സമയത്ത് ഇങ്ങനെ ഒരു ലോങ് ജേർണി ഒരുമിച്ചുണ്ടാവുന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു ജൂനിയർ ജോയിൻ ചെയ്യുന്നു, പിന്നെ അങ്ങനെ ആദ്യം കുറച്ച് ദിവസങ്ങൾക്കുള്ള തോന്നിയിട്ടുള്ളൊരു ക്രഷ്, അത് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അങ്ങനെ പോവും, അങ്ങനെ തോന്നി. പക്ഷേ പിന്നെ ഓവർ ദീസ് ഇയേഴ്സ് നല്ലൊരു ജേണി ആയിരുന്നു. താലി കെട്ടി പിന്നെ ഇങ്ങനെ മുഖത്ത് നോക്കി ചിരിച്ച സമയത്ത് അപ്പോൾ ഒരു ഹഗ് ചെയ്യാൻ തോന്നി. ഹഗ് ചെയ്തു, അപ്പോഴത്തേക്കും ഫ്രണ്ട്സൊക്കെ ചിരിച്ചു. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞിരുന്നു പണ്ട്. സെക്കൻഡ് ഇയറിൽ ഞങ്ങളുടെ ജൂനിയർ ആണ്. അപ്പൊ സെക്കൻഡ് ഇയറിൽ അവൻ അഞ്ജലിനെ കണ്ടപ്പോ മുതല് തീരുമാനിച്ചിട്ടുണ്ട് ഇതാണ് എന്റെ കുട്ടി എന്നുള്ളത്. തലേ ദിവസത്തെ ഫ്രണ്ട്സൊക്കെ ആയിട്ടുള്ള പരിപാടി ഭയങ്കരമായിട്ട് ഹാപ്പിനെസ് വന്നു. അപ്പോഴാണ് ശരിക്കും ഭയങ്കരമായിട്ട് ഒരു എന്താ പറയുക ചാർജ് ചെയ്യുന്നത്, കല്യാണത്തിന് ചാർജ് ആയത്. അതെ, നിന്റെ പുതിയൊരു ലൈഫ്, പുതിയൊരു ജേർണിയിലേക്ക് നീ കാലെടുത്ത് വെക്കാന്ന് പറയുമ്പോൾ ഞങ്ങൾ കുറച്ച് ഇമോഷണൽ തന്നെയാണ്. ബിക്കോസ് എന്നും നീ ഞങ്ങളുടെ കുഞ്ഞനിയത്തിയായിരുന്നു. എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും നീ ആയിരുന്നു ഉണ്ടായിരുന്നത്. എൻ്റെ കല്യാണം കഴിഞ്ഞു, അത് കഴിഞ്ഞ് അവളുടെ ശ്രീകുട്ടറെ കഴിഞ്ഞു, അത് കഴിഞ്ഞ് നീതുവിൻ്റെ കഴിഞ്ഞു. അപ്പോഴും നീ എന്നും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. നിനക്കൊരു പെർഫെക്റ്റ് മാച്ച് ആണ് കിട്ടിയിരിക്കുന്നത്. യു ഡിസേർവ് എ ബെറ്റർ ലൈഫ് ആൻഡ് എവറിത്തിങ് ബെറ്റർ ബിക്കോസ് നിന്റെ ഹാർഡ് വർക്ക്, നിന്റെ ഡെഡിക്കേഷൻ എല്ലാം പേ ഓഫ് ചെയ്തിരിക്കുന്നത് ദേവനിലൂടെയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരു പോയിന്റ് ഓഫ് ലൈഫിൽ നമുക്ക് തോന്നി ഈ ജേണി മുന്നോട്ട് കൊണ്ടുപോകാമെന്ന്. അതിപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നു. ദേവേട്ടൻ ആ താലിയിട്ട സമയത്ത് അയ്യോ അവളാണോ നമ്മളാണോ ഇതാക്കിയെന്ന് അറിയില്ല. കാരണം നമ്മൾ അത്ര പ്രതീക്ഷിച്ചൊരു വെയിറ്റ് ചെയ്തൊരു മൊമെന്റ് ആണ് ഇപ്പൊ ഇന്ന് നടന്നത്. അപ്പൊ ദേവേട്ടനും അഞ്ജനയ്ക്കും എല്ലാവിധ ആശംസകളും. ഇപ്പൊ ഇന്ന് മണ്ഡപത്തിൽ വെച്ച് താലി കിട്ടിയപ്പോൾ ഇത്രയും കാലം ഒരുമിച്ച് നിന്ന ഈ ജേണിക്കൊരു അർത്ഥം ഉണ്ടായി. സോ ഹാപ്പി.
കല്യാണം കഴിഞ്ഞ് പറഞ്ഞിട്ടൊക്കെ പോട്ടാ